നന്ദി വേണ്ട. എനിക്ക് തന്നെ മതി. വെറും വാക്കല്ല, ഒരുപാട് ആലോചിച്ച് അത്രമാത്രം ആഗ്രഹിച്ച് പറഞ്ഞതാ. ഹലോ. ഞാനാ. മനസ്സിലായി. ഈ രാത്രി വിളിക്കണ്ടെന്ന് വിചാരിച്ചതാ, പക്ഷെ പറ്റുന്നില്ല. ഉറക്കമായോ? അല്ല, കിടന്നില്ല. ആ, ഞാനും കിടന്നു നോക്കി, പക്ഷെ ഉറക്കം വരുന്നില്ല. എന്താ? അല്ല, ഞാൻ പറഞ്ഞ കാര്യം അമൃതയ്ക്ക് ഇഷ്ടക്കേടായോ? ഇല്ല. എനിക്കൊരു നല്ല മറുപടി പ്രതീക്ഷിക്കാവോ? എനിക്ക് അഭിമന്യുവിനെ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കണം, അത്യാവശ്യ. ആ, സംസാരിക്കാം. എവിടെ വെച്ചാന്ന് അമൃത പറഞ്ഞാൽ മതി. ഞാൻ വിളിക്കാം. ആ, വയ്ക്കട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അവൾക്ക് എന്തായിരിക്കും എന്നോട് നേരിട്ട് പറയാനുണ്ടാവുക? കുറെ പ്രാരാബ്ദങ്ങൾ, അല്ലാതെന്താ. അതൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടാണല്ലോ ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞത്. കാൽനട പ്രതിഷേധ യാത്രയ്ക്ക് ഒരു 50 പേര്, രാത്രി പന്തംകൊളുത്തി പ്രകടനത്തിന് 10-20 പേര്, കൂടാതെ പ്രിന്റ് മീഡിയ, TV ന്യൂസ് ചാനൽ സെറ്റപ്പ്, അങ്ങനെ എത്രയെത്ര ആൾക്കാരാണെന്നോ അന്ന് മെനക്കെട്ടത്. മഞ്ചാടി പറയുന്നേട്ട തോന്നുമല്ലോ ഞങ്ങൾ മനഃപൂർവ്വം ഇവരെയൊക്കെ മെനക്കെടുത്ത് ചെയ്യണമെന്ന്. ഒക്കെ പ്ലാൻ ചെയ്ത പടി നടന്നിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ മുന്നിൽ വന്നെന്ന് ഇങ്ങനെ പറയേണ്ട അവസ്ഥ വരില്ലായിരുന്നു. പഞ്ചരത്നത്തിലെ സാമ്പാറിൽ വിഷം കലർത്താനുള്ള ശ്രമം പാളിപ്പോയതാണെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷേ റെഡിയാക്കി നിർത്തിയ ആൾക്കാർക്കൊക്കെ അതറിയേണ്ട കാര്യമില്ലല്ലോ. സ്വന്തം ദേഹത്തൊരു അഴുക്ക് പറ്റിയ അത് തൂത്ത് കളയുന്നതിന് വരെ വല്ല കിട്ടപ്പോരും ഉണ്ടെന്ന് നോക്കുന്ന ടീമുകളാ. അവർക്കിതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. സുധീഷ് മഞ്ചാടി പറഞ്ഞു വരുന്നത് എന്താ? വിസ്തരിക്കാതെ കാര്യം പറയും. അതാ നല്ലത്. ഞാൻ മെനക്കെടുത്ത് നിർത്തിയ ആൾക്കാർക്കുള്ള മെനക്കേട് കൂലിയും എനിക്കുള്ളതും ചേർത്ത് ഒരു 5 ലക്ഷം രൂപ വേണം. നിങ്ങളിങ്ങനെ അന്തം വിട്ട് നോക്കണ്ട. കളിച്ച കളിയാണോ ഇതൊക്കെ? നല്ല ചെലവുള്ള കാര്യമാ. അവസരം മുതലെടുക്കല്ലേ മഞ്ചാടി. നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാരന്മാരെയും ദല്ലാളുമാരെയും ഈ കലാവധിയെ ആദ്യമായിട്ടല്ല കാണുന്നേ. അറിയാം. ഒരു കാര്യം ചെയ്, ഞാൻ ഇനി കൂടുതൽ പേശാനൊന്നും നിൽക്കുന്നില്ല. ഒരു 3 ലക്ഷം രൂപ നമുക്കതങ്ങ് ഉറപ്പിക്കാം. അതൊന്നും നടക്കില്ല സുധീഷ് മഞ്ചാടി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അതെങ്കിലും കൊടുത്തില്ലെങ്കിൽ അവരെ പിരിച്ചുവിടാൻ പറ്റില്ല മഹേന്ദ്ര. എനിക്ക് നാളെ അവരെ കൊണ്ട് കാര്യമുള്ളതാ. മതി മഞ്ചാടി, നിർത്ത്. നിങ്ങൾ എന്തു പറഞ്ഞാലും ഇക്കാര്യത്തില് നിങ്ങൾ പറയുന്ന കാശൊന്നും ഞാൻ മുടക്കില്ല. പ്രയോജനമില്ലാത്ത കാര്യത്തിന് കാശ് മുടക്കി ഈ കലാവധിക്ക് ശീലമില്ല. അപ്പോ കാശ് തരില്ല എന്നാണോ മഹേന്ദ്ര നിന്റെ പെങ്ങള് പറഞ്ഞു വരുന്നത്? വല്ല ചായക്കാശ് വല്ലതും മേടിച്ചുതരാം മഞ്ചാടിക്ക്, അല്ലാതെ ഒരു രക്ഷയില്ല. ഉറപ്പാണോ? സുധീഷ് മഞ്ചാടിക്ക് മലയാളം മനസ്സിലാവില്ലേ? എനിക്ക് മലയാളവും തമിഴും ഹിന്ദിയും ഒക്കെ മനസ്സിലാവും. പക്ഷേ എന്നെ ശരിക്കങ്ങ് മനസ്സിലാക്കിയിട്ടില്ല കലാവധി. നിനക്ക് ഇവിടെ മാത്രമല്ല, അങ്ങ് കേന്ദ്രത്തിലും പിടിപാടുണ്ടെന്നല്ലേ പറയാൻ വരുന്നത്? അതൊക്കെ ഞാൻ ഒരുപാട് കേട്ടതാ. എന്നെ പോലൊരു പെണ്ണ് വിചാരിച്ച ഒരു മന്ത്രിസഭ തന്നെ താഴെ പോകും. പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ മഞ്ചാടിക്ക്. അതുകൊണ്ട് തൽക്കാലം സുധീഷ് മഞ്ചാടി ഇവൻ എന്തേലും തരുന്നത് വാങ്ങിച്ചോണ്ട് പോവാൻ നോക്കും.
ആ എല്ലിൻ കഷ്ണം വീട്ടിലെ പട്ടിക്കിട്ടു കൊടുക്കലാവതി. ഞാനിപ്പോ പോവാ. പക്ഷേ അടുത്ത് തന്നെ കാണേണ്ടി വരും നമുക്ക്. പറഞ്ഞാ മതി. മഞ്ചാടി ഇപ്പൊ പോ. നീ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്തോണ്ടിരിക്കുവാണോ? സാരല്ല അച്ഛാ, പറ. നീ വന്നതിന് ശേഷം ചില കാര്യങ്ങളിൽ ഒരു തീരുമാനമാക്കണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു ഞാൻ. വന്നപ്പോ മുതല് നീ ഓരോരോ തിരക്കുകളില്ല. നാട്ടിലെത്തിയിട്ടും നിനക്കൊരു ഒഴിവില്ലല്ലോ. ഇത്ര മണിക്കൂർ ജോലി, ഇത്ര മണിക്കൂർ വിശ്രമം, ഇത്ര മണിക്കൂർ ആനന്ദം, അങ്ങനെയൊന്നും ഇല്ലാത്ത ജോലിയാണ് അച്ഛൻ എൻ്റേത്. അതാ ഇവിടെ വന്നിട്ട് പോലും എനിക്കൊരു ഒഴിവ് കിട്ടാത്തത്. ആ അത് പോട്ടെ, അച്ഛൻ കാര്യം പറ. എനിക്ക് നിന്റെ കല്യാണക്കാര്യത്തെക്കുറിച്ചാ പ്രധാനമായിട്ട് പറയാനുള്ളത്. അതവിടെ വെച്ചാൽ ഞാൻ അച്ഛനോട് പറഞ്ഞതല്ലേ, ഇത്തവണ വരുമ്പോ കല്യാണം നടത്താൻ വേണ്ടി കൂടിയ ഞാൻ 3 മാസത്തെ ലീവ് എടുത്തേന്ന്. മാത്രമല്ല എനിക്ക് ഇത്തിരി സ്ഥലം വാങ്ങണമായിരുന്നു. ഞാനും 1-2 ഇൻവെസ്റ്റേഴ്സും കൂടി ഒരു വലിയ ഷോപ്പിംഗ് മോൾ പണിയുന്ന കാര്യം ആലോചനയിലുണ്ട്. പക്ഷേ ആദ്യം കല്യാണം, അത് കഴിഞ്ഞേ മറ്റെന്തോ ഉള്ളൂ. മുഖവരില്ലാതെ കാര്യം പറയാം. നീയും അമൃതയായിട്ടൊരു അടുപ്പുണ്ടെന്ന് എനിക്കറിയാം. കല്യാണക്കാര്യത്തെപ്പറ്റി നീ പഞ്ചരത്നത്തിൽ പോയപ്പോ അമൃതയോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല. അതെന്താ? അവളും നീയും കൂടെ ഇല്ലേ ഇതൊക്കെ സംസാരിക്കേണ്ടത്? എടാ, ഞങ്ങളായിട്ട് ആലോചിച്ച മറ്റൊരു ബന്ധമായിരുന്നെങ്കിൽ ഞാനോ നിന്റെ അമ്മയോ മുൻകൈ എടുത്തേനെ. അച്ഛനായിട്ടൊരു ബന്ധം മുൻകൈ എടുത്ത് ആലോചിച്ചോളൂ. പക്ഷേ അതിലെനിക്ക് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം അമൃതമോളുടെ കാര്യമോ? ഏയ്, അതൊന്നും ശരിയാവില്ല അച്ഛാ. നീ എന്ത് വർത്താനാ മോനെ ഈ പറയുന്നേ? എടാ, നിന്നെ പ്രതീക്ഷിച്ചിരിക്കുക അവള്. എടാ, ഞാനായിട്ട് നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് അവളോടൊന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമത്. എന്നിട്ട് നീ ഒടുക്കം ഇങ്ങനെ പറയുന്നത് മനസ്സാക്ഷിയില്ലായ്മയാ? ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ഒരു മാനസികാവസ്ഥയില്. എന്ത് മാനസികാവസ്ഥ? ഒരു പെൺകുട്ടിക്ക് ആശ കൊടുത്തിട്ട് കല്യാണം കഴിക്കില്ല എന്ന് പറയുന്ന മാനസികാവസ്ഥയ്ക്ക് വേറെ പേരാ പറയുന്നേ. അച്ഛൻ ഇങ്ങനെ ശോഭിക്കണ്ട. എനിക്ക് പറയാനുള്ളത് കൂടി ഒന്ന് കേക്ക്. നാട്ടിൽ നിൽക്കുമ്പോൾ എനിക്കുണ്ടായിരുന്ന ചിന്തകളല്ല ഇപ്പോൾ എന്നെ മുന്നോട്ട് നയിക്കുന്നത്. ഗൾഫ് ജീവിതം എന്നെ ഒരുപാട് പഠിപ്പിച്ചു. ഇവിടെ നിന്ന് പോയി അവിടെ നിന്ന് കഷ്ടപ്പെട്ട് ഈ നിലയിലെത്തിയത് അച്ഛൻ ഈ പറഞ്ഞ മനസ്സാക്ഷിയില്ലായ്മയോടും കഷ്ടപ്പാടുകളോടും ദുരിതങ്ങളോടും എതിരിട്ട് തന്നെയാ. പണമാണ് എല്ലാത്തിനേക്കാൾ വലുതെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞു. ഇപ്പൊ എനിക്ക് ആവശ്യത്തിന് കാശും സമ്പാദ്യവും ആയിട്ടുണ്ട്. ഇന്നെന്തിനാ വിദ്യാഭ്യാസം പോലും ഇല്ലാത്തൊരു ഹോട്ടൽ നടത്തിപ്പുകാരി പെണ്ണിനെ കല്യാണം കഴിക്കുന്നത്? എന്റെ സ്റ്റാറ്റസ് വെച്ചിട്ട് വേണ്ടേ ഞാനൊരു കല്യാണം കഴിക്കാൻ? അപ്പൊ അമൃത വേണ്ടെന്നാണോ നീ പറയുന്നേ? ഇത്ര പറഞ്ഞിട്ടും അച്ഛനെന്താ മനസ്സിലാവുന്നില്ലേ? അച്ഛാ, IT മേഖലയിൽ എനിക്ക് സഹായമാവുന്ന ഒരു പ്രൊഫഷണലിസ്റ്റായ പെണ്ണിനെയാണ് എനിക്ക് ആവശ്യം. ജോലിയും നല്ല വരുമാനവുമുള്ള ഒരു പെണ്ണിനെ. അങ്ങനെ ഒരു ബന്ധം നമുക്ക് ആലോചിക്കാം. എടാ, അപ്പൊ അമൃതയോട് എന്ത് പറയും നീ? അതൊക്കെ ഒരു വലിയ കാര്യമാണോ അച്ഛാ? ചില ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ സീരിയസ് ആയിട്ടുള്ള ഒരു അപ്രോച്ചും എന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. മറക്കാൻ പറ്റാത്ത ഒരു ബന്ധവും എനിക്കില്ല. അവൾക്കും അത് അങ്ങനെ തന്നെയായിരിക്കും. ആയേ പറ്റൂ. എനിക്ക് എന്റെ ഫ്യൂച്ചറിനെ പറ്റി ചില തീരുമാനങ്ങളുണ്ട്. അതിന് അമൃത ശരിയാവില്ല. തലവേദനയെടുത്ത് ഗുളികയും കഴിച്ച് ഞാനൊന്ന് മയങ്ങാൻ പോയ നേരം നോക്കി നിങ്ങൾ എന്റെ മോനെ കുപ്പിയിലിറക്കാനായിട്ട് നോക്കി. എന്നിട്ടിപ്പോ എന്തായി? നോക്കണ്ട, ഒക്കെ ഞാൻ കേട്ടു. എനിക്ക് സന്തോഷമായി. എന്റെ കാവനാട്ടമ്മേ, കടപ്പാടോർത്ത് എന്റെ ചെക്കൻ മുറപ്പെണ്ണിനെ കെട്ടാൻ നിൽക്കുമെന്ന് പേടിച്ച് നിൽക്കായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും അവന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലില്ലല്ലോ. ഭാഗ്യം. നല്ല സ്വത്തും പണവും ഉള്ള ഒരു പെണ്ണിനെ കൊണ്ട് ഇനി ഞാൻ എന്റെ മോനെ കെട്ടിക്കും. ഒരുപാട് മനക്കോട്ട കെട്ടണ്ട നീ. അത് നിനക്ക് തന്നെ ദോഷം വരുത്തും.
ഒടുവിൽ നീ പശ്ചാത്തപിക്കും. അല്ലേലും ഒരു മരുമോള് വന്നു കയറി എന്നെ സപ്രപഞ്ചത്തിലിരുത്തി കാല് തിരുമ്മി തരുമെന്ന വിചാരമൊന്നും എനിക്കില്ല. എന്റെ മക്കള് നന്നായി ജീവിച്ചാ മതി. എടീ, സ്വത്തും പണവും വാങ്ങിച്ച് മരുമക്കളെ എടുക്കുമ്പോ സ്വന്തം മക്കള് കരയാതിരുന്നാ മതി. ചൂഴ്ന്നു നോക്കി രുചിച്ചറിയാനൊന്നും പറ്റില്ലല്ലോ. ചെയ്യാനുള്ളത് ചെയ്യും, വരാനുള്ളത് വരും, അത്രേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ പെങ്ങടെ മോൾ ഒഴിഞ്ഞു പോയല്ലോ, അത് തന്നെ സന്തോഷം. ഇവിടുന്ന് പോയാൽ പിന്നെ അനക്ക് എത്രയിടത്ത് കാണാനും പറ്റില്ല, മനസ്സിലുള്ളത് പറയാനും പറ്റില്ല. വിവേക് എണീറ്റ്. ഇതെന്താ മൂടി പൊതിച്ച് കിടക്കുന്നത്? അസുഖമൊക്കെ മാറിയല്ലോ, പിന്നെന്താ? മാറിയിട്ടില്ല, വല്ലാത്ത വിറയില്, തലവേദനയുണ്ട്. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പിന്നെ ഞാനെന്താ എങ്ങനെ പനിക്കുന്നേ? കണ്ടില്ലേ പറക്കുന്നത്? നാളെ ഡിസ്ചാർജ് ചെയ്തോളാൻ പറഞ്ഞതാ ഡോക്ടർ. ഈ അവസ്ഥയിൽ എന്നെ ഡിസ്ചാർജ് ചെയ്യാനോ? ഒരുമാതിരി കണ്ടിച്ചോറിയല്ല സംസാരിക്കില്ല സിസ്റ്ററെ. ഞാൻ എന്തായാലും ഡോക്ടറെ വിളിക്കാം. ഡോക്ടർ തന്ന മരുന്നൊക്കെ കഴിച്ചു നോക്കി, ഒരു രക്ഷയില്ല. ഈ ചുമ എന്നെയും കൊണ്ടേ പോകൂ. അങ്ങനെയൊന്നും നിരാശപ്പെടണ്ട, ഈ ചുമയൊക്കെ മാറ്റിത്തരാം. പക്ഷെ മേലിൽ സിഗരറ്റും ബീഡിയൊന്നും തൊട്ടുപോരുത്. ശരി ഡോക്ടർ. ഡോക്ടർ, ആ 104 പേഷ്യന്റിന് വല്ലാത്ത വിറയലും പനിയും. 104 എന്ന് പറയുമ്പോ വിവേക് സത്യൻ. അയാളുടെ പനിയും ചുമയൊക്കെ മാറിയതല്ലേ? അതെ ഡോക്ടർ, ഡിസ്ചാർജ് ഷീറ്റ് ഒക്കെ എഴുതിയതാ. പിന്നെന്താ സംഭവിച്ചത്? അതറിയില്ല ഡോക്ടർ, നല്ല തലവേദന ഉണ്ടെന്ന് പറയുന്നു. എന്താ പെട്ടെന്ന് എന്താ പറ്റിയേ? അറിയില്ല ഡോക്ടറെ, പെട്ടെന്നൊരു വിറയിൽ പനി, തലയ്ക്കാണെങ്കിൽ നല്ല വേദന, എന്തോ കുഴപ്പമുണ്ട്. അങ്ങനെ വരാൻ യാതൊരു സാധ്യതയും ഇല്ലല്ലോ. എനിക്ക് അറിയില്ല ഡോക്ടറെ, പെട്ടെന്ന് ശരീരമെല്ലാം തളർന്നത്. എഴുന്നേക്കുമ്പോ കാലിടറുക, വേച്ച് വേച്ചങ്ങ് പോവുക. റിലാക്സ്, ഒന്ന് കിടക്കൂ, നമുക്ക് നോക്കാം. എനിക്ക് എന്ത് പറ്റി ഡോക്ടറെ? പരിശോധനയിൽ കുഴപ്പമൊന്നും കാണുന്നില്ല. പിന്നെ എന്താ സംഭവിച്ചതെന്നാ ഞാൻ ആലോചിക്കുന്നത്. ശരിക്കും ഉള്ളിൽ കിടുകിടാന്ന് വിറയ്ക്കുന്നുണ്ട്, നല്ല തലവേദനയുണ്ട്. ഇതത്ര കാര്യമാക്കണമെന്നില്ല ഡോക്ടറെ, ചിലപ്പോ അസുഖത്തെ ഭയപ്പെടുന്നുണ്ടാവും. അയ്യോ അല്ല, പനി പോയിട്ടില്ല ഡോക്ടറെ, ദേ വിറച്ചുകൊണ്ടേ ഇരിക്കുവാ. ഡിസ്ചാർജ് ഷീറ്റ് എഴുതിയിട്ടുണ്ട് ഡോക്ടർ, ഇനി വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുത്താൽ മതിയാവും അല്ലേ ഡോക്ടർ? വേണ്ട, ഡിസ്ചാർജ് ക്യാൻസൽ ചെയ്തേക്കൂ. തലവേദന ഉണ്ടെന്നല്ലേ പറഞ്ഞത്? നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. റിസൾട്ട് വരട്ടെ, നോക്കിയിട്ട് ഡിസ്ചാർജ് ചെയ്യാം. ആ സിസ്റ്റർ, സ്കാനിങ് എഴുതിത്തരാം, വരൂ. എന്തിനാ ഈ വേഷം കെട്ട്? എന്ത് കാര്യത്തിനാ? എനിക്ക് പനിയാനക്ക, നിന്നോടുള്ള പ്രണയത്തിന്റെ പനി. എന്നെ കണ്ട് പനിക്കണ്ട, എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാന്ന് വ്യാമോഹിക്കണ്ട, നടക്കില്ല. നടക്കും. ഈ പ്രണയം കൊണ്ടുള്ള പനി കൂടിക്കൊണ്ടേയിരിക്കും. ഈ പനിക്ക് വല്ലാത്ത കുളിരാണ്, ഒരുതരം ചൂടുള്ള കുളിര്. ഞാൻ തോറ്റു തന്റെ അടുത്ത്. എന്താ ഇത്? ഒന്നുമില്ല, എന്റെ ഒരു ആഗ്രഹം. അതനഘയ്ക്ക് അറിയാവുന്നതല്ലേ? വൃത്തിയിട്ടവനെ തൊടരുത് തന്നെ. അനഘേ, ഞാൻ
ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഈ ബ്ലോക്കിൽ ഇപ്പോ വേറൊരു സ്റ്റാഫും ഇല്ല. ദേ, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ല. അതുകൊണ്ട് അനഘയ്ക്ക് ഒരു ബുദ്ധിമുട്ടും വരാൻ പോകുന്നില്ല. അത് താനങ്ങ് തീരുമാനിച്ചാ മതിയോ? മാനം നശിക്കുന്നതാ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ നഷ്ടം. എന്റെ ദേഹത്തെ താൻ തൊടണമെങ്കിൽ ഞാൻ മരിക്കണം. ഒരൊറ്റ തവണയെങ്കിലും നീ എന്റേതാവണം. അത്രയ്ക്ക് മോഹിച്ചു പോയി ഞാൻ. എന്നെ തൊട്ടാലുണ്ടല്ലോ. വേണ്ട അനഘ, ഒന്നാളെ ഞാൻ. വേണ്ട അനഘ, വേണ്ട. ഉപദ്രവിക്കാൻ വന്നതല്ല ഞാൻ. പറയട്ടെ, ഇറങ്ങിപ്പോടോ. അനഘ, ആണുങ്ങളോടാണോടി നിന്റെ ഈ കസർത്ത്? സ്റ്റെതസ്കോപ്പ് കഴുത്തിലിടുന്നതിന് മുമ്പ് നഞ്ചൊക്കെ കൈയെടുത്ത എന്നെയാണോ നീ ഈ കൊച്ചു പിച്ചാത്തി കാണിച്ച് പേടിപ്പിക്കുന്നത്? നീ ഇവിടെ കിടന്ന് നിലവിളിച്ചാലും ആരും കേൾക്കാൻ പോകുന്നില്ല. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ? എന്റെ ആഗ്രഹം സാധിച്ചിട്ട് നിന്നെ ഞാൻ വിടൂ. മിണ്ടാതിരിക്കടി. ഇതിനുള്ളിൽ റേഞ്ചും കിട്ടുന്നില്ലല്ലോ. എന്തുപറ്റി? എന്താ സംഭവിച്ചെന്ന് പറ. സമാധാനമായിട്ട് പറ. അയാൾ എന്നെ ഉപദ്രവിക്കാൻ നോക്കി. ആര്? പേടിക്കണ്ട, വരൂ. എന്തായാലും ഇവിടെ നിൽക്കണ്ട, എന്റെ മുറിയിലേക്ക് പോകും. സമാധാനമായിട്ട് വരൂ. ഇവിടെ ഇരിക്കേ. ഇനി പറ, എന്താ സംഭവിച്ചത്? അയാള് ആ ഡോക്ടർ തരകൻ എന്നെ ഇതിനു വേണ്ടി മാത്രം അയാൾ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഇട്ടത്. കൂൾ ഡൗൺ, ഞാനുണ്ട് നിന്റെ കൂടെ. ഇതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും കള്ളം പറഞ്ഞ് എനിക്കിവിടെ നിൽക്കാൻ തോന്നിയത്. ഞാനുണ്ടാവും തന്റെ കൂടെ, ഇപ്പോഴല്ല എപ്പോഴും. ഞാനിപ്പോ വരാം. എങ്ങോട്ട് പോകുന്നു? അത് ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഒരു കാര്യം ഞാൻ തനിക്ക് ഉറപ്പ് തരാം, ഈ മുറിയിൽ നീ സുരക്ഷിതയായിരിക്കും. അതെന്റെ ഉറപ്പാ. നീ ഇവിടെ ഇരിക്ക.
അളിയ, അമൃതയല്ലാതെ മറ്റൊരു പെണ്ണ് എന്റെ ജീവിതത്തിലേക്ക് വരില്ല. അത് ഞാൻ തീർച്ചപ്പെടുത്തിയ കാര്യം. അത് നീ മാത്രം തീരുമാനിച്ച പോരല്ലോ, അവളും കൂടി സമ്മതിക്കണ്ടേ? സമ്മതിപ്പിക്കണം. അവിടെയാണ് ഒരു അച്ഛൻ എന്ന നിലയിൽ അളിയന്റെ കഴിവ് കാണിക്കേണ്ടത്. അളിയനറിയൂ, 15ാമത്തെ വയസ്സാണെന്ന് എനിക്ക് അറിയാം. ഒന്ന് നിർത്ത്. കുഞ്ഞിലെ വെള്ളത്തിൽ മുങ്ങിപ്പോയ അമൃതയെ നീ നീന്തി ചെന്ന് രക്ഷിച്ച കഥയല്ലേ? കഥയോ? നടന്ന സംഭവമല്ലേ? അതെ, അത് കേട്ട് കേട്ട് മടുത്തു എനിക്ക്. പുതിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. പുതിയതും പഴയതുമായിട്ട് ഒറ്റ കാര്യമേ ഉള്ളൂ. എനിക്കവളെ കല്യാണം കഴിക്കണം. ഇല്ലെങ്കിൽ ഞാൻ ചാവും. പക്ഷേ അതവളെ കൊന്നിട്ടായിരിക്കും. മറ്റൊരുത്തൻ്റെ കൂടെ ജീവിക്കാൻ ഞാൻ അവളെ സമ്മതിക്കില്ല. അത്രയ്ക്കിഷ്ടം എനിക്ക് അവളെ. നീ ഇപ്പൊ കൊല്ലാനും ചാവാനും ഒന്നും നിൽക്കണ്ട. നിന്റെ കല്യാണം നടന്നാ പോരെ? അങ്ങനെ ആരെങ്കിലും കെട്ടിയാ പോരാ, അമൃതയെ തന്നെ കെട്ടണം. അത് തന്നെയാടാ ഞാൻ പറഞ്ഞു വരുന്നത്. അവളെ നീ കെട്ടിക്കഴിഞ്ഞ പഞ്ചരത്നത്തില് പിന്നെ ഞാനാണ് കെട്ടിലമ്മ. നീ അവളെ കെട്ടേണ്ടത് എന്റെ കൂടി ആവശ്യമാ. ആങ്ങളെയും പെങ്ങളും കൂടി ഇങ്ങനെ മാറി മാറി ഡയലോഗ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇവനെ കെട്ടാൻ തയ്യാറല്ലാത്ത അവളെ തട്ടിക്കൊണ്ടുവന്ന് ബലമായി താലി കെട്ടാനൊന്നും പറ്റില്ലല്ലോ. വേണ്ടി വന്ന അതും ചെയ്യും ഞാൻ. നീ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ല മഹേന്ദ്ര. ഇത് ഭീഷണിയല്ല, അതാണ് എന്റെ അവസ്ഥ. അളിയന് മാത്രമേ ഒരു പരിഹാരം കാണാൻ കഴിയൂ. എന്തായാലും ചന്ദ്രനൊന്ന് ചെന്ന് നയപരമായിട്ട് സമാധാനത്തില് കാര്യങ്ങൾ പറയേ. നടക്കുമെങ്കിൽ നടക്കട്ടെ. അളിയൻ വിചാരിച്ച കാര്യം നടക്കും. എനിക്കൊരു ഉറപ്പുമില്ല. തന്തയെ തല്ലാനും മടിക്കാത്ത നാശങ്ങളാ. അടികൊണ്ടതിന്റെ പ്രതികാരം കൂടി തീർക്കണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും. കൈവീശി തല്ലിയവളുടെ കൈയൊടിക്കാതെ സമാധാനം കിട്ടില്ല എനിക്ക്. മൂത്തവളുമായിട്ട് ഇവന്റെ കല്യാണം ഒന്ന് നടന്നു കിട്ടട്ടെ. ഇളയ 4 അഹങ്കാരം തീർത്തു കൊടുക്കാൻ ഞാൻ. കലാവതിയെ ശരിക്കും അറിയാൻ പോകുന്നതേ ഉള്ളൂ. ചന്ദ്രൻ ചെന്ന് കല്യാണം ആലോചിക്കേ. ആലോചിച്ചാൽ മാത്രം പോരാ, സമ്മതിപ്പിക്കണം. ഇത് കണ്ട, നല്ല വടിവത്ത കയ്യക്ഷരത്തില് നിങ്ങളുടെ മോൾ അമൃത നിങ്ങളെ 1-ാം പ്രതിയാക്കി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ എഴുതി തന്ന പരാതിയാണിത്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്കിതിൽ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞാൻ സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്യും. പിന്നെ കാര്യങ്ങളൊക്കെ കോടതി തീരുമാനിക്കും. ചുമ്മാ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കാതെ മഞ്ചാടി. പോലീസ് സ്റ്റേഷനും കോടതിയൊന്നും പുതുമയല്ല, ഉത്തരിയല്ല കലാവതിക്ക്. നിങ്ങൾക്കല്ലായിരിക്കാം, പക്ഷേ 1-ാം പ്രതിയായി ആരോപിക്കപ്പെട്ട നിങ്ങളുടെ ഭർത്താവിന് അത്ര പരിചയം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഇത്തരം ഒരു പരാതി അവൾ എഴുതിത്തരാൻ സാധ്യതയില്ല. ആ, ഇത്തരം വിശ്വാസങ്ങളാണ് തെറ്റ്. സാമ്പാറിലെ വിഷം ചേർക്കാൻ പാചകക്കാരന് കാശ് കൊടുത്ത് പാട്ടിലാക്കിയത് നിങ്ങളുടെ ഭാര്യ കലാവതിയാണെന്ന് ഈ പരാതിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കോടതിയിൽ കൊള്ളാവുന്ന വക്കീല് തിരിച്ചും മറിച്ചും ചോദിക്കുമ്പോ സത്യങ്ങളെല്ലാം ആ പാചകക്കാരൻ ഭാസ്കരൻ വിളിച്ചു പറയും. പിന്നെ അഴിയണേണ്ടി വരുന്നത് ചന്ദ്രസേനനാണോ കലാവതി മേഡമാണോ എന്ന് നിയമം തീരുമാനിക്കും.
ചന്ദ്രൻ ഒന്നിങ്ങോട്ട് മാറിയേ. ഞങ്ങളിപ്പോ എന്ത് വേണോന്നാ മഞ്ചാടി പറയുന്നത്? അങ്ങനെ ചോദിക്കും മാഡം. ഈ പരാതിയൊക്കെ ഞാൻ മുക്കി താഴ്ത്തിക്കോളാം. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. ഒരു ഡീൽ ഉറപ്പിച്ച അത് ചെയ്തിരിക്കും ഈ സുധീഷ് മഞ്ചാടി. എന്ത് ഡിമാൻഡാ താൻ പറഞ്ഞു വരുന്നത്? അതൊക്കെ മാഡത്തിന് കൃത്യമായിട്ടറിയാം. ഈ പരാതിയുടെ കാര്യം മാത്രമല്ല, വേണമെങ്കിൽ ഈ പഞ്ചരത്നം പൂട്ടി സീല് ചെയ്യിപ്പിക്കും ഈ മഞ്ചാടി. പക്ഷേ അതിനുള്ള കരാറിന് ഒരു തുക അതെനിക്ക് കിട്ടണം. ഒരു 50,000 രൂപയൊക്കെ ഞങ്ങൾക്ക് ഓക്കെയാണ്. പോരാ. ഈ പരാതിയുടെ തീർപ്പടക്കം 3 ലക്ഷം രൂപ വേണം. അയ്യോ, പറ്റില്ലെങ്കിൽ വേണ്ട. ഞാൻ വന്ന പോലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പൊക്കോളാം. ഒരവസരം കിട്ടിയെന്ന് വിചാരിച്ച് മുറത്തി കയറി കൊത്തല്ലേ സുധീഷ് മഞ്ചാടി. നെല്ലിപ്പലക കണ്ട ഞാൻ എന്തിനും മടിക്കില്ല. അപ്പൊ എനിക്ക് കാശിനെ കുറിച്ചായിരിക്കില്ല ചിന്ത. എന്റെ വാശി മാത്രമേ മനസ്സിൽ കാണൂ. അതുകൊണ്ട് കലാവതിയെ വല്ലാതങ്ങ് പേടിപ്പിക്കുന്നതേ അപകടവാ. അതെനിക്ക് നന്നായിട്ടറിയാം മാഡം. കരുതലില്ലാതെയല്ല ഞാൻ ഈ ഡീലിന് വന്നത്. പക്ഷേ ഇപ്പോ എനിക്കൊരു ശീതസമരത്തിന് മൂടില്ല. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അതല്ലേ നല്ലത്? അതല്ലേ കലാവതി നല്ലത്? ഏറ്റു 3 എങ്കിൽ 3 ലക്ഷം തരാം. പക്ഷേ എന്ത് കാര്യത്തിനും കൂടെ ഉണ്ടാവണം താൻ. പഞ്ചരത്നം അടച്ചു പൂട്ടിച്ചു തരണം. അത് ഞാൻ ഏറ്റു. ഇത് വാക്കാണ്. എന്നാ ആ പേപ്പർ ഇങ്ങതാ. മഞ്ചാടി ചേട്ടൻ ഒരു GS പോലും പറഞ്ഞില്ലല്ലോ. എന്തിനു പറയണം? ഒരു വിജയവും മദ്യം കഴിച്ച് ആഘോഷിക്കാറില്ല ഞാൻ. വല്ലപ്പോഴും ചില കണക്കുകൂട്ടലുകൾ എന്റെ പരിധിയിലേക്ക് വരുമ്പോ കൂടെയുള്ളവർക്ക് ഇതുപോലൊരു സൽക്കാരം, അതല്ലേ എന്റെ പതിവ്. എന്റെ ലഹരി കയ്യിലേക്ക് കുമിഞ്ഞു കൂടുന്ന പണവും അധികാരവുമാണ്. എന്തായാലും ആ കലാവതിയെ കമഴ്ത്തിയടിച്ച് വരുതിക്ക് കൊണ്ടുവന്ന് കാശ് വാങ്ങിച്ച മഞ്ചാടിയുടെ ബുദ്ധിയെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. പഞ്ചരത്നത്തിലെ അമൃത എഴുതിയതെന്ന് പറഞ്ഞ് നേതാവ് കാണിച്ച കള്ള ലെറ്റർ അസലായി. അവരത് തൊണ്ട തൊടാതെ വിഴുങ്ങി. ഈ വാർഡില് എന്ന് വെച്ചാ എന്റെ ഈ തട്ടകത്തില് ഒരിടത്തെ ഞാൻ പരാജയപ്പെട്ടിട്ടുള്ളൂ. അതാ പഞ്ചരത്നത്തിലാ. അവിടുത്തെ പെണ്ണുങ്ങളുടെ ഊണും ഉരിയാടലും നിർത്താൻ ഞാനൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാ ഹോട്ടൽ പൂട്ടിക്കൂ? വെറുതെ പൂട്ടിക്കില്ല സജി. മൂത്തവളുടെ കല്യാണത്തോടെ സകലതും പൂട്ടിക്കെട്ടി മുദ്ര വയ്ക്കും. കീഴാധാരവും മേലാധാരവും മുന്നാധാരവും ഒക്കെ സർവേ പട്ടികയിൽ വരുത്തും ഞാൻ. കൈവശാവകാശം പറഞ്ഞ് അവരുടെ തന്തയെ കൊണ്ട് തന്നെ കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യിക്കും ഞാൻ. അയാളതിന് സമ്മതിക്കൂ? 5 കാശ് തരില്ല എന്ന് കട്ടായം പറഞ്ഞു നിന്ന കലാവതിയെ വരുതിക്ക് നിർത്തിയ എനിക്ക് ആ ചന്ദ്രസേനൻ
വെറും ഈസി വാക്ക് ഓവറാ. അമൃതേച്ചിയുടെ കല്യാണം ഉടനെ ഉണ്ടാവുക ചേച്ചി? ഞാൻ എന്താ കണിയാനാണോ? തീയതി മുഹൂർത്തമൊക്കെ തീരുമാനിക്കണ്ടേ? എന്നാലല്ലേ അറിയാൻ പറ്റൂ. അല്ല, സുമേഷേട്ടൻ ഇനി തിരിച്ചു ഗൾഫിലേക്ക് പോകുന്നതിനെ കുറിച്ച് തീരുമാനിച്ചിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? പോകുന്നുണ്ടെങ്കിൽ കല്യാണം പെട്ടെന്നുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് താമസിച്ചാലും കുഴപ്പമില്ലല്ലോ. കല്യാണം കഴിഞ്ഞാ അമൃതേച്ചി സുമേഷേട്ടന്റെ കൂടെ മാമന്റെ വീട്ടിലേക്ക് പോവോ? അങ്ങനെ പോയാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? ഇതെല്ലാം നോക്കി നടത്താൻ നമ്മളെ കൊണ്ട് മാത്രം പറ്റത്തില്ല. അങ്ങനെ പഞ്ചരത്നം ഉപേക്ഷിച്ചിട്ടൊന്നും നമ്മുടെ ചേച്ചി പോവില്ല. പഞ്ചരത്നം ഉപേക്ഷിക്കുന്നത് ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുന്നതിന് തുല്യമല്ലേ? അത് ഈ ജന്മത്തുണ്ടാവില്ല. നമുക്ക് തുണയായി ആണൊരാള് കൂടെ ഉണ്ടാവണമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതിനു വേണ്ടിട്ടാ പെട്ടെന്നൊരു കല്യാണത്തിന് ഞാൻ സമ്മതിച്ചു തന്നെ. അപ്പൊ കല്യാണം കഴിഞ്ഞാ സുമേഷേട്ടൻ ഇവിടെ വന്ന് താമസിക്കോ? ഇപ്പൊ അതൊന്നും ഓർത്ത് തല പുണ്ണാക്കണ്ട. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എല്ലാ സഹായത്തിനും സുമേഷേട്ടനും ഉണ്ടാവും നമ്മുടെ കൂടെ. കാര്യങ്ങളെല്ലാം ഞാൻ സുമേഷേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അല്ല, എന്നിട്ട് എന്ത് പറഞ്ഞു? എന്റെ അനിയത്തിമാരെ വിട്ട് ഞാൻ എങ്ങോട്ടും വരില്ല എന്ന് പറഞ്ഞു. അത് സുമേഷേട്ടൻ സമ്മതിച്ചോ? സമ്മതിക്കാതെ പറ്റില്ലല്ലോ. കല്യാണം നടക്കണമെങ്കിൽ സമ്മതിച്ചേ പറ്റൂ. ഇപ്പഴാ ഒരു സമാധാനമായത്. നീ എന്താടി മിണ്ടാതൊരു മുനിയെ പോലെ ഇരിക്കുന്ന? എനിക്കെന്തോ സുമേഷേട്ടന്റെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ ഒരു ആത്മാർത്ഥത കുറവ് ഫീൽ ചെയ്തു. ഇത് ചെറിയൊരു ബിൽഡിംഗ് അല്ലേ അമൃത? ഇത് നമുക്കങ്ങ് പൊളിച്ചു കളയാം. ഇവിടെ നീ നീക്കണമെന്നില്ലല്ലോ, പണിക്കാരൊക്കെ ഇല്ലേ? നിന്റെ ഒരു മേൽനോട്ടം പോരെ ഇവിടെ? അതിപ്പോ അവിടെ നിന്നാലും നടക്കില്ലേ?